പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിശ്ചലമായ ഖത്തറിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ വെള്ളിയാഴ്ച പുനരാരംഭിക്കും. അറിയിപ്പ് വന്നതോടുകൂടി ആശ്വാസ തീരമണയാൻ കാത്തിരിക്കുന്നത് നൂറുകണക്കിന് പ്രവാസി മലയാളികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിശ്ചലമായിരുന്ന ഖത്തറിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:20 ഷെഡ്യൂൾ ചെയ്തതായും അറിയിപ്പ് വന്നതോടെ ആശ്വാസ തീരമണയാൻ കാത്തിരിക്കുകയാണ് നൂറുകണക്കിന് മലയാളികൾ. എയർ ഇന്ത്യ എക്സ്പ്രസിന് പിന്നാലെ ഇൻഡിഗോയും ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസുകൾ തുടങ്ങുന്നുണ്ട്. സർവീസ് പുനരാരംഭിക്കുന്നതോടെ 10,000 മുതൽ 12,000 രൂപ നിരക്കിൽ നേരത്തെ എടുത്ത ടിക്കറ്റുകളിൽ പ്രവാസികൾക്ക് നാടണയാനാകും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28-നാണ് ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. അതിനുശേഷം ഖത്തർ എയർവേസ് ചില സർവീസുകൾ നടത്തിയെങ്കിലും അതിലൊക്കെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു നിരക്ക്. അങ്ങനെ 2 മാസത്തോളം സ്തംഭനാവസ്ഥയിലായിരുന്ന മേഖലയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വിദേശ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനമായതും. ഖത്തറിലെ ദോഹ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏപ്രിൽ 21-ന് ഫ്ലൈ ദുബായ് സർവീസാണ് ആദ്യം പുനരാരംഭിച്ചത്. ഇതിന്റെ പിറ്റേന്ന് എയർ അറേബ്യയും അതിന് പിന്നാലെ ഒമാൻ എയർ, റോയൽ ജോർദാനിയൻ, ടാർഗോ ഏവിയേഷൻ, സിറിയൻ എയർ തുടങ്ങിയ വിമാന കമ്പനികളും സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. ഫെബ്രുവരിയിലും മാർച്ചിലുമായി എടുത്ത ടിക്കറ്റുകളിൽ കേരളത്തിൽ എത്താനാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് മുന്നിൽ പല തവണയാണ് എയർ ഇന്ത്യ അത് റീഷെഡ്യൂൾ ചെയ്തത്. ഓരോ തവണയും ഒരാഴ്ച വീതം നീട്ടി പ്രഖ്യാപിച്ച സർവീസുകളിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രവാസികളുടെ കാത്തിരിപ്പും തുടരുകയായിരുന്നു. ഓരോ തവണ ഷെഡ്യൂൾ റദ്ദ് ചെയ്യുമ്പോൾ നിരാശയിലായിരുന്ന പ്രവാസികൾക്ക് പക്ഷേ ഇത്തവണ സർവീസ് മുടങ്ങില്ലെന്ന സൂചന തന്നെയാണ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും വെബ് ചെക്കിലൂടെ വ്യക്തമാകുന്നത്. വെള്ളിയാഴ്ചയിലേക്കുള്ള സർവീസിന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ വെബ് ചെക്കിൻ തുടങ്ങിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ വെബ് ചെക്കിൻ അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന ചില യാത്രക്കാർക്ക് ഇപ്പോൾ റീഷെഡ്യൂളിൽ കോഴിക്കോട്ടേക്കാണ് ടിക്കറ്റും നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.